ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്. തോടും വെള്ളവും ഒക്കെ കണ്ട് രസിച്ച് അങ്ങനെ നടന്നതാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്തില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളുടെ വളപ്പിൻ്റെ താഴെയുള്ള വളപ്പിൻ്റെ ഉടമസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായി ആ ചേട്ടത്തിനെ ഞാൻ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടത്തിയുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. കെട്ടിയിട്ട് തീറ്റിയാലും അവിടെ പറയുമല്ലേ, അത് കെട്ടി നല്ല ഇതൊക്കെ ചെന്ന് പോകുമ്പോൾ പിന്നെ കുറഞ്ഞല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. അങ്ങനെയുള്ള അറ്റത്തെ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അത് പിന്നെ കിട്ടില്ല. ആ നയിച്ചിട്ടറിഞ്ഞ ഇരിക്കളെ കെട്ടാൻ അഞ്ചരയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി 4 മണിയാകുമ്പോൾ ഇരിക്കും. ഞാൻ 5 മണിയാകുമ്പോൾ ഇരിക്കും. ഞാൻ 4 മണിയാകുമ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നത് കാണാൻ എന്തൊരു ഭംഗി. പച്ചപ്പ്. താബോർ ഭാഗത്തൊക്കെ ഇല്ലേ, താബോറൊക്കെ ഞാൻ പോയി കണ്ടിട്ടില്ല. അവിടുത്തെ ഇത് കാണുമ്പോൾ പച്ച പിടിച്ച നല്ല ഒരു മലേരിയ മലേരിയ. ഈ വെള്ളം ഒഴുകി വന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി. അതുകൊണ്ട് ഞാനത് എടുക്കാൻ എഴുതി. അധികം വെള്ളം ഒഴുക്കിന് വന്നിട്ടില്ല, ആയില്ലേ? പിന്നെ ഞാൻ പറയട്ടെ, ഈ ഞങ്ങളുടെ വളപ്പില് ഒരു 5-8 ജാതി അങ്ങനെ ഉണങ്ങി ഇല കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റിയതാണാവോ എന്നുള്ളത് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ ഇതെന്തെങ്കിലും പ്രകൃതിയുടെ ആ ഒരു കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് വന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു 5-6 ജാതി വലിയതും ചെറുതും ഒക്കെ കരിഞ്ഞ പോലെ നിൽക്കുന്നത്. ഇല്ല, അത് പൊടിക്കേണ്ടത് ഇപ്പോഴാണ് കണ്ടേക്കണേ. ഇപ്പോഴാണ് കണ്ടേക്കണേ. അപ്പം ഇനി ഈ തീപ്പാളൽ ഏറ്റതാണോ, ഇനി ഇടിവെട്ടെങ്ങാനും തീപ്പാളിച്ചേ അങ്ങനെയെങ്ങാൻ വന്നതാണോ, അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്നുള്ളൊരു പിടുത്തവും കിട്ടിയില്ല. അതോടുകൂടി പോകുമോ എന്തോ. കിട്ടും, പക്ഷെ ഈ ഇവിടെ നിന്ന് വരുന്നത് നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്കല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു നല്ല പ്രകൃതി ഭംഗി എന്ന് പറയണത് മൂന്നാറും ഇതും ഒക്കെ നല്ല ഒരു പച്ച പിടിച്ച ഒരു ഇതല്ലേ. ഇത് കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോയേക്കണ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പിടിച്ചെടുക്കുന്നത്. മക്കൾ വരാറുണ്ടോ? പെൺമക്കളൊക്കെ വരാറുണ്ടോ? പലരും എന്നോട് ആവശ്യപ്പെടാറുണ്ട് ഈ ഭംഗി കാണാനായിട്ട് എടുത്തിടാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വളപ്പിലെ കൃഷി ചെയ്യുന്നതും പല കിളികളുടെ ശബ്ദങ്ങളും പലതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഞാൻ പിടിച്ചെടുത്ത് ഇതുപോലെ ഇടാറുണ്ട്. എനിക്കും ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ചേട്ടൻ്റെ വിശേഷമാണ് പറയുന്നത്. ഇപ്പം അവരവരുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ചെയ്യും. അത് തന്നെ വലിയൊരു കാര്യം. ആ ആ
ആ ഭാഗം തോറും നമുക്ക് പ്രായമായവർക്ക് കഴിക്കാൻ പറ്റിയ പ്രത്യേകം നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട്. ആ അതെ, നമ്മളെ കാക്ക നമ്മൾ വീഴ്ചയിലായ ആരുണ്ട്? ആരും ഏ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കൊന്നും ഇവിടെ വന്ന് നിൽക്കൊന്നുമില്ല. എനിക്ക് പേടിയാ. പല കാര്യം കൊണ്ടും എനിക്ക് പേടിയാ. ഞാൻ ഒറ്റയ്ക്കൊന്നും വരുമൊന്നുമില്ല. ശരി, അപ്പൊ ഇനി ഇടയ്ക്ക് കാണാം. എനിക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ട് അങ്ങനെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അധികം വെള്ളം ആയിട്ടില്ല, ഇത്രയും വെള്ളം ആയേക്കണത്. പിന്നെ ഈ വെള്ളം ഇതുപോലെ വലിയ തോടുകളിൽ നിന്ന് കവിഞ്ഞൊഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവഴി ചെറുമീനുകൾ സാധാരണ ഇവിടെ ഉണ്ട്. ഞണ്ടും ഒക്കെ ഇവിടെ സാധാരണ ഉണ്ട്. കണ്ടില്ല, തേക്കൊടിഞ്ഞ് വീണ് കിടക്കണേന്ന് കാണാൻ. പലയിടത്തും തേക്കൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. തലയൊക്കെ അങ്ങനെ തന്നെ വട്ടൊടിഞ്ഞും കിടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ വലിയ മീനുകളും ബ്രാല്, മുഴി, മാങ്കളാഞ്ചി, കുറുവ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ തുടിച്ച് വെള്ളത്തിലിങ്ങനെ നീന്തി തുടിച്ച് നിൽക്കുന്നത് ഞാനിങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുപോയിരിക്കണ സാധനങ്ങൾ, കഞ്ഞിയുടെ ബാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് വെതറിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ പരലുകൾ വന്ന് തിന്നുന്നത് കാണാൻ നല്ല ഒരു ഇതല്ലേ, കണ്ടു നോക്കി നിൽക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ കല്ലിൻ്റെ വിടവിൻ്റെ ഉള്ളിലൊക്കെ ഞണ്ടിരിപ്പുണ്ട്. അപ്പോൾ പേരക്കിടാങ്ങൾ വന്ന് ഇങ്ങനെ ചൂണ്ടയായിട്ട് ഇവിടെ വന്ന് അവൻ ചൂണ്ടയിട്ട് പിടി 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 പിടിന്ന് ഇങ്ങനെ പൊക്കി വളപ്പിലേക്ക് ഇങ്ങനെ ഇടും. അവിടെ ഒരുപാട് വലിപ്പമുള്ള ഞണ്ടൊന്നും അല്ല കേട്ടോ. ഒന്നാമത് ഞാൻ ഞണ്ട് അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരിതാണ്. പിടിച്ചിടും എന്നുള്ളതല്ലാതെ കൊണ്ട് ഒന്നും ശരിയാക്കൊന്നുമില്ല, അങ്ങോട്ട് തന്നെ വിട്ടേക്കുള്ളൂ. എന്തൊരു ഭംഗിയാണ് അങ്ങനെ ഇതിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഈ തോട്ടിലില്ലേ മീൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരന്നിട്ടൊരു സൈസുള്ള ചെറു മത്സ്യം, ചെറിയ മീനുകൾ ഇങ്ങനെ, അത് നമ്മൾ അതുങ്ങൾക്ക് തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ ഇതുങ്ങൾ വന്ന് ഒരു കോരലിന് കിട്ടും നമുക്ക് ഒരുപാട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിപ്പുണ്ട് ഞണ്ട്. അതുപോലെ വെള്ളം ഒഴുകി മാറി നീങ്ങിപ്പോകുന്ന ഭാഗമൊക്കെയാണ് ആ കാണുന്നത്. അതുവഴിയൊക്കെ വെള്ളം ഒഴുകി കയറി മാറിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സമയത്തെ കാര്യമാണ് കേട്ടോ പറയണത്, പൂത്തൽ കയറുന്നു എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അത് പല കണ്ടം വഴി ചാലുകൾ വഴി അങ്ങോട്ട് കയറി പോകും അങ്ങോട്ട്. അത് കൂടുതലുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോരലുണ്ടാവില്ല, അവിടെ തന്നെ അതുങ്ങൾ പെട്ടുപോകും. പിന്നെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതുങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തൊഴിലുറപ്പുകാർ വെട്ടിത്തെളിച്ചൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പോൾ രാല് കയറി കിടക്കുകയും അത് വെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുളത്തിൽ നിറയെ ബ്രാലും മുഴിയും അതും ഇതുമൊക്കെ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഇത്രയും എന്തോരം താഴെയാണെങ്കിലും, കുളം താഴെയാണെങ്കിലും, പാടം താഴെയാണെങ്കിലും അവരാ മതിൽ കെട്ട് എടുത്ത് ചാടി വെള്ളം ഒഴുക്കുള്ള വെള്ളം തേടിയെത്തി അവർ പോകും. അതായത് അവർക്കൊരു പ്രത്യേക സ്മെല്ല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പുതുമണ്ണിന് ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മീൻ ബ്രാല് അത് ഒരുപാട് ഇങ്ങനെ പോയി എന്ന് ഞങ്ങൾക്കറിയാം. ഈ സമയം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മീനെ നോക്കിയാൽ കാണൂല. അപ്പോൾ അത് ചാടിക്കടന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ്. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും അങ്ങനെ നടക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെയുള്ള സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് തേടി നടക്കണേ. ദൂരെ എവിടെയെങ്കിലും മീൻ പിടിക്കണുണ്ടോ
ചാലുവഴി കയറി പോയിട്ടുണ്ടാവും. അതായത് അപ്പുറം ഇപ്പുറയൊക്കെ ഈ ചെറിയ ചെറിയ തോട്ടിൽ നിന്ന് മുറിഞ്ഞു പോയേക്കണ ഭാഗങ്ങളുണ്ട്. അതുവഴി വെള്ളവും ഒഴുകുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് മീൻ മാറുന്നതും ചെറു മത്സ്യവും വലിയ മത്സ്യവും ഒക്കെ നീങ്ങുന്നതും മാറുന്നതും? നിങ്ങളിത് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? കാഴ്ചയുള്ളവർക്ക് കാണാൻ പറ്റി കാണുമായിരിക്കും. അതുപോലെ ആമയും ഉണ്ട്. ഞങ്ങളുടെ കുളത്തിൽ നിറയെ ആമകളാണ്. ചൂണ്ടയിട്ട് ആമേനെ കിട്ടുള്ളൂ. തീർച്ചപ്പുറത്തെങ്ങാനും ബ്രാല്, മുഴുവൻ അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ഈ ആമ പിടിക്കണമായതുകൊണ്ട് പിന്നെ അതുമ്മേന്ന് അതിനെ വിടിയിച്ച് മാറ്റാനും ഒക്കേത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെ എവിടെ കൊണ്ടുപോയി മാറ്റിക്കളയണം. അപ്പോൾ അത് കാരണം ആ ഒരു ശല്യം ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾ ചൂണ്ടപ്പം ഇങ്ങനെ ഇടുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ ഭാഗത്തൊക്കെയാണ് നിങ്ങളോട് ചോദിച്ചത്. കണ്ണുള്ളവർക്ക് കാണാൻ പറ്റി കാണും മീൻ മാറുന്നത്, അളയിലേക്ക് വലിഞ്ഞു മാറുന്നതൊക്കെ കാണാൻ പറ്റും. എല്ലാ കൂട്ടവും ഉണ്ട് ഇവിടെ. ഇറങ്ങി പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഞങ്ങൾ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കത്താ ദൂരത്തേക്ക് അങ്ങോട്ട് പോകും, പല സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിടയ്ക്ക് പറയും, തിരിച്ചു വരാൻ വഴി ഓർത്തിരിക്കണോട്ടോ മക്കളെ, വഴി ഓർത്തിരിക്കണോട്ടോ മക്കളെ എന്ന്. അതുപോലെ അങ്ങനെ അധികം ആൾ സഞ്ചാരവും ഇല്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നോട്ടെത്തില്ല. അങ്ങോട്ട് കടന്ന് ചെന്ന് കഴിഞ്ഞ് പിന്നെ പലവിധ കൃഷികൾ കാണാം. വെണ്ട കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്. അങ്ങനെ പാചകത്തിലേക്ക് ചിക്കൻ കറി കിടന്ന് തിളയ്ക്കണ തിള കണ്ടോ? 2ാം പാലിലാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും നല്ല വേവായി. ഇനി ഇതിനകത്തേക്ക് 1ാം പാൽ ഒഴിക്കാൻ പാടട്ടോ. ഇനി ഒന്ന് ഇളക്കാം. 1ാം പാൽ ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി എല്ലാം വഴറ്റി ചേർക്കാം, രുചി കൂടും. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.